അവൻ ആദ്യം ഈ ന്യൂസ് എൻ്റെ അടുത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു മാരേജ് ഫിക്സ് ആയി, അങ്ങനെ അവനൊരു ലൈഫിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുന്നു. ഇപ്പം അവരെ ഒരുമിച്ച് കാണുമ്പോൾ പോലും ഭയങ്കര ഹാപ്പിയാണ്. അവരെ ഒരുമിച്ച് നല്ലൊരു ലൈഫ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് മാട്രിമോണിയിൽ ശ്രീലക്ഷ്മിയുടെ പ്രൊഫൈൽ കാണുന്നത്. ഞാനാണ് റിക്വസ്റ്റ് ഫസ്റ്റ് അയച്ചത്. അപ്പോൾ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ സംസാരിച്ചു, പിന്നെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ട് വീട്ടുകാരുടെ അടുത്തും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. പുള്ളിക്കാരി എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിനൊരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. അതുപോലെ ഞാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാമെന്ന്. അതെനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരിടത്തു നിന്ന് കിട്ടുന്നത്. കാരണം എന്ത് സംഭവം വന്നാലും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടല്ലേ വരുന്നത്, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എൻ്റെ വീട്ടിൽ നമ്മളൊരു ചെറിയ ഫാമിലിയാണ്. എൻ്റെ വീട്ടിലുള്ളത് അച്ഛൻ, അമ്മ, ചേച്ചി, അളിയൻ, പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ട് സിയാൻ. അങ്ങനെ ഇത്രയും പേര്, പിന്നെ ഞാനും കൂടാണ് നമ്മുടെ ഫാമിലി. അതിലേക്കാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ വരുന്നത്. അവരുടെ നേരെ ഓപ്പോസിറ്റാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു ആളാണ്. സ്നേഹത്തോടെ പൊട്ടന്നാ വിളിക്കുന്നത്. എല്ലാവർക്കും പൊട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ശ്രീലക്ഷ്മി ആർക്കും അറിയില്ല. പൊട്ടൻ ഇൻ റെഡ് വാസ് ജസ്റ്റ് മാജിക്കൽ. ഭയങ്കര ഭംഗി. ഇതാണ് ആ ഇൻട്രോ. പൊട്ടൻ ആക്ച്വലി ഭയങ്കര ജെന്വിൻ സോളാണ്. എപ്പോഴും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളോട് എപ്പോഴും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ്. ശ്രീ എന്ന് പറഞ്ഞ ഒരു വാംത അല്ലേ? ശരിക്കും റിയൽ ഡെഫിനിഷൻ ഓഫ് വാംത് ആണ് ശ്രീ. പൊട്ടന്നെ വന്നോളൂ. ശബരി ബിക്കോസ് ശബരി എന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യും. എപ്പോഴും അടിപൊളിയാണ്. എന്റെ കുഞ്ഞു ഭാവിയിൽ എപ്പോഴും നോക്കും. അവന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ലൈക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും കൂടെ കാണുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ എന്തൊരു പ്രോബ്ലം വന്നാലും ഒറ്റയ്ക്ക് ഞാൻ പോയി നേരിടേണ്ടി വരത്തില്ല. എപ്പോഴും കൂടെ ആള് കാണും. പണ്ട് ലൈഫ് മുന്നോട്ട് എന്താന്നൊരു ഇതില്ല, ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടും അതില്ല. ഇപ്പോൾ വന്നപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് രണ്ടുമാണ്. താങ്കൾ എന്നെ കല്യാണം കഴിക്കുമോ? കഴിക്കാം. എനിക്ക് വേറെ ആരെയും കല്യാണം திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே, ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேன் அடி.
It's Ray and Shabari.